ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പ്രോൺസ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്കിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ സ്പൈസി ആയിട്ടുള്ള മൈനസും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന്. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 8 ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെമ്മീനാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ തലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടാണ് അരയ്ക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ തല എടുക്കാതെയാണ് ചെമ്മീൻ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ ഈ ചെമ്മീനും മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൾസ് മോഡിൽ 2 പ്രാവശ്യം കറക്കി എടുത്തതാണ്. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ കോൺഫ്ലവർ ആണ്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അടുത്തത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് ഞാനിതുപോലെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പം ഇവിടെ ഇത് റെഡിമെയ്ഡ് മേടിച്ചതാണ്. അപ്പോൾ അതിൽ ഓൾറെഡി സീസണിങ് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഇതിൽ വേറെ കുറച്ച് ഈ ഒരു ഹെർബ്സ് ഒക്കെ ഉണ്ട്. അതാണ് ഈ ഒരു കളറ്. പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്താണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു പച്ചമുളക്, ചെറിയ പച്ചമുളകാണ്, അത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കിത് ബോളാക്കിയിട്ട് എടുക്കാനുള്ളതാണ്. അപ്പം മിക്സ് ചെയ്യുമ്പം ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുഴച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾ ഇഷ്ടമുള്ള സൈസിൽ ഇത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിത് ഓരോന്ന് ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയിലൊന്ന് മുക്കാം, എന്നിട്ട് ബ്രെഡ് ക്രംസിലാക്കാം. പക്ഷെ ഇതിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് കോട്ടായിട്ട് വരും. എല്ലാ ബോൾസും ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കാവും. അപ്പോൾ ഇത് എല്ലാ ബോൾസും ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് ഞാനിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ സ്പൈസി ആയിട്ടുള്ള ഒരു മയണീസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മയണീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹോട്ട് സോസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോട്ട് സോസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മയണീസിന് കുറച്ച് സ്പൈസിയും കുറച്ച് സ്വീറ്റ്സ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. അപ്പം ഈ ഒരു നമ്മൾ പ്രോൺസ് ബോളിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ ഒരു മയണീസ്. നമ്മുടെ ക്രിസ്പി പ്രോൺസ് ബോൾ ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാലോ ഇത് എത്ര ക്രിസ്പി ആണ് ഇതിൻ്റെ ഒരു പുറം ഭാഗം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ആ ഒരു ചെമ്മീൻ്റെയും നമ്മുടെ സ്പൈസസിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവറും ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഈ ഒരു മൈനസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇത് കഴിച്ചു നോക്കാം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗമൊക്കെ എങ്ങനെയത് കാണിച്ചു തരാം. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലൊരു കോമ്പിനേഷൻ ആണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ്സ് എല്ലാം പറയാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാം. പിന്നെ അതുകൂടാതെ ഞാൻ അതിന് മുന്നേ കുറേ സ്നാക്സിൻ്റെ റെസിപ്പീസ് ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്